ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ യുദ്ധത്തെക്കുറിച്ചും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ചും ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നല്ല. യുദ്ധം ഒരു നേട്ടവും ഉണ്ടാക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം. യുദ്ധങ്ങൾ കൊണ്ട് ഒരുപാട് രാഷ്ട്രങ്ങൾ നശിച്ചവരും ഉൾപ്പെടുന്നു. ഇപ്പോൾ തന്നെ ലോകത്ത് നടക്കുന്ന പല യുദ്ധങ്ങളും ആ രാഷ്ട്രങ്ങളുടെ നാശത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് ഒരു പുതിയ യുദ്ധമുഖം കൂടി തുറക്കുമോ എന്ന വ്യഗ്രതയിൽ ലോകം ഉറ്റുനോക്കുന്നത്. പറഞ്ഞു വരുന്നത് ബാങ്കോക്ക് തായ്ലൻഡ് കബേഡിയ സംഘർഷത്തെ കുറിച്ചാണ്. തായ്ലൻഡ് കബേഡിയ സംഘർഷം ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ്, ആൾനാശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ. 12 പേർ ഇതുവരെ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇരു രാജ്യങ്ങളും ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കബേഡിയ വ്യാഴാഴ്ച ആക്രമണം നടത്തിയെന്നാണ് തായ്ലൻഡ് ആരോപണം. കബേഡിയയിൽ റോക്കറ്റ് ശിലാക്രമണത്തിൽ 11 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പനാസോൺ റാക്കിലെ ആശുപത്രിക്ക് നേരെ അടക്കം കബേഡിയ ആക്രമണം നടത്തിയതായി തായ്ലൻഡും ആരോപിച്ചു. ഇരു രാഷ്ട്രങ്ങളും പരസ്പരം പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും വ്യോമാക്രമണത്തിലേക്ക് വരെ ഇത് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കബേഡിയൻ അതിർത്തിയിലുള്ള ആശുപത്രിയിലാണ് അക്രമം നടക്കുന്നതിനിടെ ആശുപത്രിയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതിനിടെ ആക്രമണം രൂക്ഷമായതോടെ പനാസോൺ റാക്ക് ജില്ലയിലെ എല്ലാ സ്കൂളുകളും അടച്ചിടാൻ തായ്ലൻഡ് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടു എന്നൊക്കെ വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് പ്രവിശ്യയിലെ ഒരു പെട്രോൾ പമ്പിന്റെ സമീപത്തുണ്ടായ റോക്കറ്റ് ആക്രമണത്തിലാണ് കൂടുതൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതെന്നും തായ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിവരം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. തർക്കം എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് ഈ തായ്ലൻഡ് കബേഡിയ തർക്കം. അതിർത്തി തർക്കമാണിത് ചുരുക്കം പറഞ്ഞാൽ. ഇതിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇപ്പോഴത്തെ സംഘർഷം. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ അതിർത്തിയിൽ എമറോൾഡ് ട്രയാങ്കിൾ വെച്ച് തായ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഒരു കബേഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടതോടെയാണ് സംഘർഷം വീണ്ടും രൂക്ഷമായത്. തായ്ലൻഡും കബേഡിയയും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന അതിർത്തി പ്രദേശമാണ് എമറോൾഡ് ട്രയാങ്കിൾ. കബേഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയും വ്യാഴാഴ്ചയോടെ ഇത് വ്യോമാക്രമണത്തിലേക്കും നീങ്ങുകയുമായിരുന്നു. ഏകദേശം 817 കിലോമീറ്ററോളം നീളത്തിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് മേൽ വിവരിച്ച കബേഡിയയും തായ്ലൻഡും. 11ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട പ്രിം വിഹാർ എന്ന ക്ഷേത്രത്തെ ചൊല്ലിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം ആരംഭിക്കുന്നത്. 1953 വരെ ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്ന കബേഡിയ ഈ സമയത്താണ് രാജ്യത്തിന്റെ അതിർത്തി നിർണയിച്ചത്. 1907 അതിർത്തി നിർണയം സംബന്ധിച്ച് കരാറിലെത്തുകയും ചെയ്തു. ഇത് പ്രകാരം പുരാതന ഹിന്ദു ക്ഷേത്രം കബേഡിയയിലായി. എന്നാൽ ക്ഷേത്രം കബേഡിയയുടെ അതിർത്തിയിൽ ഉൾപ്പെടുത്തിയതിനെ പിന്നീട് തായ്ലൻഡ് എതിർത്തു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തങ്ങളുടെ അതിർത്തിയിലാണെന്ന് അവകാശം ഉന്നയിച്ചു. 1959 കബേഡിയ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചു. തുടർന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കബേഡിയയുടെ അതിർത്തിയിലാണെന്ന് വ്യക്തമാക്കി അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു. ഈ സമയത്ത് തായ്ലൻഡ് ഉത്തരവ് അംഗീകരിച്ചെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ തങ്ങളുടെ അതിർത്തിയിലാണെന്ന വാദത്തിൽ ഉറച്ചുനിന്നു. ഈ തർക്കമാണ് വർഷങ്ങളായിട്ടും പരിഹരിക്കപ്പെടാതെ തുടരുന്നത്. 2008 ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ രജിസ്റ്റർ ചെയ്യാനായി കബേഡിയ ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തർക്കം വീണ്ടും രൂക്ഷമായി. കബേഡിയയുടെ നീക്കത്തിനെതിരെ തായ്ലൻഡിൽ നിന്ന് വൻ പ്രതിഷേധമാണ് 2011 അതിർത്തി തർക്കം ഉണ്ടായി. തമ്മിലുള്ള സംഘർഷങ്ങളും കലാശിച്ചു. 2011 ഒരാഴ്ചയോളം നീണ്ടുനിന്ന സംഘർഷം 15 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. സംഘർഷങ്ങളും ആൾനാശവും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ചുരുക്കം. അന്ന് 15 പേർ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വർഷം തായ്ലൻഡ് കബേഡിയ അതിർത്തിയിൽ ഫ്രണ്ട്ഷിപ്പ്
ബ്രിഡ്ജിൽ ഇരു രാജ്യങ്ങളും സ്ഥിരമായി ചെക്ക് പോസ്റ്റുകൾ തുറന്നിരുന്നു. എന്നാൽ ഒരു വർഷത്തിനു ശേഷം ഈ ബന്ധത്തിൽ വീണ്ടും വിള്ളലുണ്ടാവുകയും അക്രമം പ്രത്യാക്രമത്തിലേക്ക് നീങ്ങുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ഈ കബേഡിയ തായ്ലൻഡുമായി സംഘർഷവുമായി ബന്ധപ്പെട്ട അതിന്റെ ചുരുക്കം. പക്ഷെ ഇപ്പൊ ഇതിനു മുൻപും സംഘർഷങ്ങളും വെടിവെപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആൾനാശം ഇത്രയും കൂടുതൽ ഉണ്ടാവുന്നതും വ്യോമാക്രമത്തിലേക്ക് ഇത് കടക്കുന്നതും ഇതാദ്യമായിട്ടാണ് എന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും അടുത്തൊരു യുദ്ധമുഖം കൂടി തുറക്കാതിരിക്കട്ടെ എന്ന് നമുക്കും ആശിക്കാം. അത്രയേ പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം. അടുത്തൊരു യുദ്ധമുഖം ഇനിയും തുറക്കാതിരിക്കട്ടെ, മറ്റൊരു രാജ്യവും യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം.